ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം +2 സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്കാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾക്ക് മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ എല്ലാ കുട്ടികൾക്കും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയില്ല. 90% എബോവ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. ഇനി ഏജ് പല കുട്ടികളും ചോദിച്ചിരുന്നു. അതായത് 2026 17 വയസ്സ് പൂർത്തിയായവർക്കാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. +2 മാർക്കാണ് നോക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സബ്ജക്റ്റും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. +2 റിസൾട്ട് വന്നതിന് ശേഷം